അപ്പോൾ അതാണ് കുരുവിള ജോസഫിന്റെ പ്രതികരണം. അതാണ് മാലിന്യ പ്രശ്നങ്ങൾ കാര്യമായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ വി കെ അനിരുദ്ധൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ വി കെ. പ്രചാരണമൊക്കെ വളരെ നന്നായിട്ട് എത്രത്തോളം ഇത്തവണ ഒരു കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയും? നേട്ടം ഉണ്ടാക്കാൻ ഇത്തവണ ഇടതുപക്ഷം കച്ചകെട്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണ്, ഇത്തവണ ഭരണം പിടിക്കുമെന്നാണ് അവര് പറയുന്നത്. പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇടതുപക്ഷം വേണ്ടി ജനങ്ങൾ കഴിഞ്ഞ ഓരോ ഘട്ടത്തിലും നൽകുന്നതിലധികം ഭൂരിപക്ഷം നൽകി വിശ്വാസപൂർവ്വം തെരഞ്ഞെടുക്കുകയല്ലേ. അന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. കാൽ നൂറ്റാണ്ടായി നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അവർ പറയുന്നു. മാലിന്യ പ്രശ്നങ്ങളൊക്കെ കാര്യമായിട്ടുണ്ടെന്ന് പറയുന്നത്. മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്തു. മാലിന്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതാണ്. 75 വർഷം കൂനകൂടി കിടന്ന ചണ്ടിടിപ്പോ ഇന്ന് പോയി നോക്ക്. പൂന്തോട്ടമല്ലേ, പൂങ്കാവനമല്ലേ. കഴിഞ്ഞ 2 ഓണത്തിന് അവിടെ നിന്നിറങ്ങിയ പൂവാ കൊല്ലക്കമ്പോളത്തിൽ. പൂവിന്റെ വില കുറച്ച് ഓണം ആഘോഷിക്കാൻ പൂ ധാരാളമായി കൊടുത്ത് പ്രൊഡ്യൂസ് ചെയ്ത കേന്ദ്രം അത്. പോയി നോക്ക്, നിങ്ങൾ പോയി നോക്കണം. അത് എല്ലാവരും കാണണ്ട. ഇവിടെ നിന്ന് സ്വീകരിച്ച ഊർജമാണ് നമ്മുടെ ബ്രഹ്മപുരം പദ്ധതി. ഇന്ന് ബ്രഹ്മപുരം മേഖലയില് അവിടെ ബയോമിനിങ് നടത്തി ടൂറിസം വകുപ്പ് ഇതാക്കിയതാണല്ലോ. ഗംഭീരമാണിത്. കഴിഞ്ഞ മാർച്ചിൽ അത് ഉദ്ഘാടനം ചെയ്ത് എത്രായിരം പേർ ഇവിടെ വന്ന് ആസ്വദിച്ചു പോകുന്നു. ഓരോ രാത്രിയും ഓരോ പകലും എത്ര മനോഹരമായി പോകുന്നു. കൊല്ലത്തിന്റെ ഒരു പൊതു ഇടം ഇത്രയും നന്നായി വികസിക്കപ്പെട്ട ഒരു നാടല്ലേ. കാലാകാലങ്ങളിലെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും മാറ്റം വരാൻ പോവുക. അപ്പൊ കോൺഗ്രസ് നേരത്തെ തന്നെ ഹഫീസിനെ മേയർ സ്ഥാനാർത്ഥിയൊക്കെ ഉയർത്തിക്കാട്ടി നല്ല ഗ്രൗണ്ട് വർക്കും ഹോം വർക്കും ഒക്കെ നടത്തി നിങ്ങൾക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം BJP ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇക്കുറി ഒരു അല്പം ടൈറ്റാണ്, 4 നൂറ്റാണ്ട് പോലെ എളുപ്പമല്ല എന്നൊരു ഫീലുണ്ടോ? ഞങ്ങൾക്കില്ല. മേയറാവാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് നൽകാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജയിച്ചാൽ വി കെ അനിരുദ്ധനാണ് മേയർ. പാർട്ടി അതെല്ലാം തീരുമാനിക്കുന്നത്. ഞങ്ങള് 56 പേരെ സമമായി ഒരുപോലെ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സന്ദർഭത്തിൽ പാർട്ടി ഏതാണോ അന്നേരം പാർട്ടി തീരുമാനിക്കും. ഇടതുപക്ഷ മുന്നണി തീരുമാനിക്കും. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് തുടർ നടപടികൾ ഉടനെ ഒരു അറസ്റ്റ് ഉണ്ടാകണം. MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വേണ്ടേ. കേരളീയ സമൂഹത്തിന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? അപ്പോഴോ മുകേഷ് എന്നോട് ചോദിക്കുക. എനിക്ക് പോലും മാറി നിന്ന് മുഖത്ത് നോക്കി വർത്താനം പറയാൻ പറ്റില്ല. അപ്പൊ അവര് ചോദിക്കുന്നത് മുകേഷിന്റെ കാര്യത്തിലാണ്. മുകേഷ് ആ രൂപത്തിൽ തെറ്റിയതില്ല. ഇടതുപക്ഷമുള്ള പ്രവർത്തകനായിരുന്ന കാലത്തൊന്നും അദ്ദേഹം ആ പ്രവർത്തനം തെറ്റൊന്നും ചെയ്തിട്ടില്ല. സിനിമാ കാലത്ത് വന്ന് ഏതോ ഒരു കാലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് 2016 MLA ആയിട്ടാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമാണ് ആ ജീവിതം. രണ്ട് തരത്തിൽ കാണേണ്ടതാണ്. രണ്ട് തരത്തിൽ കാണണം. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും തീർച്ചയായിട്ടും. അപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയോ? ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങനെ ബാധിക്കാൻ? നിങ്ങൾ നോക്ക്, ഗവൺമെന്റ് എങ്ങനെ നടപടി സ്വീകരിക്കുന്നത്? ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ഒരു ആഭ്യന്തരമന്ത്രി. ആ ആഭ്യന്തരമന്ത്രി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗം ഉമ്മൻചാണ്ടി എതിർത്തില്ലേ? പക്ഷെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി അതുമാത്രമല്ല, ആ രൂപത്തിലുള്ള പക്ഷാന്തരമില്ലല്ലോ. നീതിപൂർവമായ സമീപനം, നിയമത്തിന് വിധേയമായ സമീപനം, അത് ആരോടും ഒരേ സമീപനം സ്വീകരിക്കുന്ന സമീപനമല്ലേ കേരള ഗവൺമെന്റ്? പാർട്ടി നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല? അത് ഒരു കേസിലകപ്പെട്ടു അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് മാത്രം പാർട്ടി നടപടി ആവില്ല. ആ കുറ്റം തെളിയിക്കപ്പെടണം, ബോധ്യമുണ്ടാകണം. ബോധ്യമുണ്ടായാൽ പാർട്ടി നടപടി സ്വീകരിക്കും. പിന്നെ ഇപ്പൊ കുറ്റാരോപിതൻ മാത്രമാണ്. അല്ലല്ലല്ല, കേവലമായ കുറ്റാരോപിതനല്ലല്ലോ. സമൂഹം കണ്ടതല്ലേ അത്? വേറെ സ്ത്രീ വിഷയമാണ്, സ്വർണ്ണക്കൊള്ള. പിന്നെ ഞങ്ങൾ ഈ സ്വർണ്ണ കള്ളക്കടത്ത് അഭിമുഖീകരിച്ചവരല്ലേ ഞങ്ങൾ. എന്നിട്ട് എന്തായി? അതിനുശേഷം ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. ഞങ്ങളിൽ സ്വർണവും ഞങ്ങളിൽ കൊള്ളരുതായ്മയെല്ലാം ആക്ഷേപിക്കുന്നവർ സ്വയം ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഇത്ര ഗാലൻ തട്ടും, അതായിരിക്കും അവരും തട്ടുന്നത്. എന്നൊക്കെയായിരിക്കും അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ആശംസകൾ. അപ്പൊ മേയറായി വരാൻ കഴിയട്ടെ. എല്ലാവിധ ഭാവുകളും ആശംസകളും നേരുന്നു.